രാഹുൽ, നമ്മൾ പൊതുവെ കാണാറുണ്ട് ആളുകൾക്ക് പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് ഒരു സഹായം കിട്ടാതെ വരുന്ന കേസുകൾ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ വളരെ ലേറ്റായിട്ട് സഹായമായിട്ട് എത്തുക. വളരെ ലേറ്റായി സഹായം എത്തിയിട്ട് കാര്യമില്ല. അപ്പം ഇപ്പൊ ഞാൻ ഒരു വാർത്ത വായിക്കുന്നുണ്ടായി. ജയ്പൂരിൽ ഒരു കുഞ്ഞ് കുഴൽക്കിണറിൽ വീണുപോയി. 3 ദിവസമായി കുഞ്ഞിനെ പുറത്തെടുത്തിട്ടില്ല. അപ്പം ഈ എന്താ പറയുക, സർക്കാരിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ആ കുഞ്ഞിന്റെ അമ്മ ചോദിക്കുകയാണ്. എന്നിട്ടും അല്ലെങ്കിൽ ഇത്രയും 3 ദിവസമായി ഒരു കുഴൽക്കിണറിൽ വീണ് കഴിഞ്ഞാൽ ഈസി അല്ല എടുത്ത് രക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ബാക്കി സംവിധാനങ്ങൾ കൊണ്ട് അവർക്ക് സാധിക്കാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിൽക്കാത്തത് കൊണ്ടായിരിക്കും അവരവസാനം ഗത്യന്തരം ഇല്ലാതെ ചോദിക്കുകയാണ്. കളക്ടർ മാഡത്തിന്റെ കുഞ്ഞാണെങ്കിലോ ഈ കുഴിയിൽ വീണത് ഇങ്ങനെ ആയിരിക്കുമോ പ്രതികരിക്കുക എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എത്രത്തോളം പരിതാപകരമാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? അതെ, അത് വളരെ പരിതാപകരമായിട്ടൊരു അവസ്ഥയാണ്. ഒരു രക്ഷകർത്താവിനെ സംബന്ധിച്ച് അവന്റെ കുഞ്ഞ് ഏറ്റവും വലുതാണ്. ഒരു സാധാരണപ്പെട്ടവരാകുമ്പോൾ പലരും തിരിഞ്ഞു നോക്കത്തില്ല, അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പം അതില് ആ ഒരു ന്യൂസിൽ തന്നെ പറയുന്നുണ്ട്, കളക്ടർ ഇതുവരെ ആ ഒരു വീട് സന്ദർശിച്ചിട്ട് പോലില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാർ സംവിധാനം ചേർത്ത് പിടിക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ ഒരു അപകടപ്പെടുമ്പോൾ ആദ്യമേ ഓടിയെത്തേണ്ടത് ഈ സർക്കാർ സംവിധാനത്തിലുള്ളവരായിരിക്കണം. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഇന്ത്യയെ പോലെ ഇത്രയും ടെക്നോളജി ഡെവലപ്പ് ആവുന്ന ഇത്രയും വലിയൊരു കാലത്തും ഇന്നും ഒരു കുഴിയിൽ വീണ് ഒരാളെ എടുക്കാൻ പറ്റാത്ത ഒരു ടെക്നോളജി കണ്ടെത്താത്ത ഒരു രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് 1990 ഇറങ്ങിയ സിനിമ അതൊന്ന് മാളൂട്ടി എന്ന് പറയുന്ന സിനിമ. അത് ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഒരു കുട്ടികൾ കുഴൽക്കിണറിൽ വീഴുന്നു. ആ കുട്ടിയെ എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ കഷ്ടപ്പെടുന്ന കുറേ പോലീസുകാരും അധ്വാനം. ഇവരൊന്നും അധ്വാനിക്കുന്നില്ല എന്ന് നമ്മൾ ആരും പറയുന്നില്ല. ഇപ്പോൾ ഫയർഫോഴ്സ് ആണെങ്കിലും എല്ലാവരും അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ ഫലപ്രദമായിട്ട് എത്രയും പെട്ടെന്ന് ഇവരെ രക്ഷിക്കാനുള്ള മാർഗം എന്തുകൊണ്ടായിരിക്കും നമ്മുടെ രാജ്യത്ത് ഡെവലപ്പ് ആവാത്തത്? അന്ന് നമ്മൾ രാഹുൽ പറഞ്ഞ പോലെ ആ ഒരു സിനിമയിൽ നമ്മൾ കണ്ടതാണ്. അവര് രാവിലെ മുതൽ, അല്ലെങ്കിൽ ആ കുട്ടി എപ്പോഴാണോ കുഴൽക്കിണറിനകത്ത് വീണത് ആ സമയം മുതൽ രാത്രിയും കഴിഞ്ഞ് പാതിരാത്രിയായിട്ട് അവര് രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് ആളുകൾ എത്തിയിട്ട്, അധികൃതർ എത്തിയിട്ട്. അപ്പം അതിനിടയ്ക്ക് നമ്മൾ കാണുന്നുണ്ട്, അതിന് തടസ്സം നിൽക്കത്തക്ക വിധം മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ രക്ഷാപ്രവർത്തനം ഒന്നുകൂടെ സ്ലോ ആവും, അല്ലെങ്കിൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. രക്ഷാപ്രവർത്തനം ത്വരിതപ്പെടുത്താൻ പറ്റില്ല. അതിനകത്തിരിക്കുന്ന കുട്ടിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ളൊരു അന്ന് നമ്മൾ രാഹുൽ പറഞ്ഞ പോലെ 90കളിൽ കണ്ട സിനിമയാണത്, അല്ലെങ്കിൽ 80കളിൽ കണ്ട സിനിമയാണത്. അന്നുള്ള അതേ രക്ഷാപ്രവർത്തനമാണോ ഇന്നും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കേണ്ടത്? അതെ, ഇന്നും 2025 അത് മാത്രമല്ല, ഈ അടുത്തിടയ്ക്ക് തന്നെ രാജസ്ഥാനില് ഒരു കുട്ടി കുഴൽക്കിണർ വീണ് മരിച്ചു. 3 ദിവസത്തിന് ശേഷം കുഴൽക്കിണർ എടുക്കാൻ പറ്റാതെ മരിച്ചു. അപ്പൊ ഇന്നും ഇതേ സംഭവം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറെ കൂടെ മാറിയിട്ടുണ്ട്. പണ്ട് കുഴൽക്കിണർ കുഴിച്ചിരുന്ന രീതിയിലല്ല ഇപ്പോൾ കുഴിക്കുന്നത്. പക്ഷെ എങ്കിലും ഈ കുഴിയിൽ വീഴുന്ന കുട്ടികളുടെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് രക്ഷപ്പെടുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ്. കാരണം അതിന് എന്താ പറയാ, നമ്മുടെ നാടും അല്ലെങ്കിൽ നമ്മുടെ സാങ്കേതികതയും നാളുകൾക്കനുസരിച്ച് എന്താ പറയാ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കും. ആളുകൾക്ക് ഗുണപ്രദമായിട്ടുള്ള രീതിയിൽ ഈ ടെക്നോളജി മാറ്റുന്നില്ലെങ്കിൽ എന്തു തന്നെയാണ് പിന്നെ ഈ ടെക്നോളജി എന്ന് പറയുന്ന ഒരു സാധനം? ഇത്രയും വർഷമായി സർക്കാർ സംവിധാനങ്ങൾക്ക് അവരാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അവർക്ക് ഈ ടെക്നോളജി എന്തുകൊണ്ടാണ് കൊണ്ടുവരാൻ കഴിയാത്തത്? അല്ലെങ്കിൽ 2000 നടന്ന ഒരു സിനിമ ഇന്നും ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇത്രയും വർഷത്തെ ഗ്യാപ്പ് കൊണ്ട് ഈ ടെക്നോളജിക്ക് വളർച്ച ഉണ്ടായിട്ടില്ലേ? അത് മാത്രവുമല്ല, അറ്റ്ലീസ്റ്റ് അവർക്ക് ഈ നമ്മുടെ ഈ സർക്കാർ അല്ലെങ്കിൽ ഭരണപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ് കളക്ടർ എന്ന് പറയുന്നത്. അവർക്കൊന്ന് വന്നിട്ട് അവരെ സന്ദർശിക്കുകയെങ്കിലും ചെയ്യുക, അതായത് ആശ്വസിപ്പിക്കുക. അതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന, മീൻസ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിലേറെയാണെങ്കിൽ പോലും അതെങ്കിലും ചെയ്യുക എന്നതൊരു വലിയ കാര്യമാണ്. കാരണം ഈ എന്താ പറയാ, കുഴിയിൽ വീണു പോയ കുഞ്ഞിന്റെ അമ്മ അവരുടെ കൈകൂപ്പി കരയുകയാണ് കളക്ടറുടെ മുമ്പില്. അതും കളക്ടറോടാണ് അപേക്ഷിക്കുന്നത്. കളക്ടർ സന്ദർശിക്കാൻ പോലും വന്നിട്ടില്ല. എങ്കിലും കളക്ടറോട് പറയുകയാണ്, നിങ്ങളുടെ ഒരു കുഞ്ഞായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ രീതിയിലുള്ള അവലംബം കാണിക്കുമോ? അവർ അത്രയും ദിവസമായിട്ടും ആ കുട്ടിയെ എടുക്കാനുള്ള ഒരു ശ്രദ്ധ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്ന് പോകുന്നില്ല എങ്കിൽ അത് അവരുടെ വീഴ്ച തന്നെയാണ്, സർക്കാരിന്റെ വീഴ്ചയാണ്. അത് സാധാരണപ്പെട്ടവരായതുകൊണ്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ അവർ തിരിഞ്ഞു നോക്കാത്തത്. അത് പക്ഷേ അതൊരു കോടീശ്വരന്റെ മകളായിരുന്നെങ്കിലോ വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ കൊണ്ട് അവർ എടുക്കും. ഇത് 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ആരുടെ വീഴ്ചയാണ്? സർക്കാർ സംവിധാനത്തിന്റെ അല്ലേ?
പാവപ്പെട്ട ആളുകളെ തിരിഞ്ഞു നോക്കാത്തതിൻ്റെ ഒരു അവസ്ഥയല്ലേ? അതൊരു ഗ്രാമപ്രദേശമാണ്, ഒരു ഗ്രാമത്തിലാണ്. ഇന്നും പല പല ഗ്രാമങ്ങൾ, ഇന്ത്യയിലെ പല പല ഗ്രാമങ്ങളിൽ ഇതേ വാർത്തകൾ വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അവിടെയെല്ലാം വളർച്ചകൾ ഉണ്ടാകാത്തത്? അല്ലെങ്കിൽ ആ പ്രദേശം ഇപ്പോഴും ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്? അത് ഇന്ത്യ ഡെവലപ്പ് ചെയ്യാത്തതിന്റെ ഒരു അവസ്ഥയല്ലേ? അല്ലെങ്കിൽ എന്താ ഡെവലപ്മെന്റ് അവിടേക്കൊന്നും എന്താ എത്തി നോക്കുന്നു പോലും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർക്ക് കൃത്യമായ ഈ ഉൾനാടുകളിലൊന്നും ഇപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പോലും എത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ നമ്മുടെ പ്രധാനമന്ത്രിന്റെ പല പല ആയോജന സംഭവങ്ങളും ഉണ്ടല്ലോ, അദ്ദേഹം കൊണ്ടുവരുന്ന പല പദ്ധതികളും എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനൊരു തവണ മുൻപ് മറ്റൊരിടത്ത് വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ നിന്ന് ഒരാൾ പറഞ്ഞതായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന്റെ എന്തോ ഒരു വീട് വെച്ച് നൽകും എന്നുള്ളൊരു പദ്ധതി. അപ്പൊ അതിന്റെ പോസ്റ്ററിൽ കാണുന്നത് പ്രധാനമന്ത്രി ഇവിടെ നിൽക്കുന്നു, ഇപ്പുറത്ത് വേറൊരു സ്ത്രീ നിൽക്കുന്നു, അവരുടെ പുറകിലൊരു വളരെ നല്ലൊരു വീട്. അപ്പം പ്രധാനമന്ത്രി ഇവർക്ക് നൽകിയ ഭവനം ആണത്, അദ്ദേഹത്തിന്റെ പദ്ധതി പ്രകാരം നൽകിയ ഭവനമാണത്. അപ്പൊ അവര് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് അവർക്ക് കിട്ടി. പ്രധാനമന്ത്രി എന്ത് നല്ല മനുഷ്യനാ, പാവങ്ങൾക്ക്. അത് ഇതേ പറഞ്ഞവര് വളരെ ഉൾഗ്രാമത്തിൽ താമസിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഏതോ ഉൾഗ്രാമത്തിൽ, ഏതോ സംസ്ഥാനത്ത് ഉൾഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരെ കണ്ടാൽ വേഗം മനസ്സിലാവും. അപ്പൊ ഒരു ചാനലുകാര് ആ സ്ത്രീയെ കണ്ടുപിടിച്ച്, എന്തുകൊണ്ടോ അവർക്ക് ക്യൂരിയോസിറ്റി തോന്നിയതായിരിക്കും, അവര് ചെന്ന് അന്വേഷിക്കുകയാണ് ഈ സ്ത്രീന്റെ അടുത്ത്. ഈ സ്ത്രീ തന്നെ, ആ പോസ്റ്ററിലുള്ള അതേ സ്ത്രീ, അവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കും. അവരെ കാണാൻ ചെല്ലുമ്പോൾ അവരേതോ വയലിൽ പണിയെടുക്കുക. അപ്പൊ അവരുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ചേച്ചിന്റെ പുതിയ വീടൊക്കെ കിട്ടി, സന്തോഷമായില്ലേ? ഏത് വീട് എന്ന് ചോദിച്ചു അവര്. അവർ അല്ല, ഇത് പോസ്റ്റർ കാണിച്ചു കൊടുത്തോ? അവർ ഇത് പ്രധാനമന്ത്രി വീട് തന്നു, എനിക്ക് വീടൊന്നും കിട്ടിയിട്ടില്ല, ഞാനിവിടെ പണിയെടുത്തോണ്ടിരിക്കുമ്പോ എൻ്റെ അടുത്ത് പാവങ്ങളാണ്, അവര് എന്തിനാ എന്റെ ഫോട്ടോ എടുക്കുന്നതെന്ന് പോലും ചോദിക്കാനുള്ള ബുദ്ധിയോ അല്ലെങ്കിൽ അത്രയും വിവരം എത്താത്ത ഒരാളുകളാണ്. അവരെ മോശക്കാരായി ഞാൻ കാണുന്നില്ല, പക്ഷെ അവർക്ക് അവിടേക്ക് എത്തുന്നില്ല അത്തരം വിവരങ്ങൾ. പക്ഷെ അതിനകത്ത് ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്ന് പറയുന്നത് അത് പ്രധാനമന്ത്രിയുടെ പോസ്റ്റിലാണ് പോകുന്നത്. അതെ, പ്രധാനമന്ത്രിയുടെ പടം വെച്ച് പോകുന്നതിനകത്തൊരു ജെന്യൂനിറ്റി വേണ്ടേ? അവിടെയാണ് അദ്ദേഹത്തിന്റെ ജെന്യൂനിറ്റി അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അദ്ദേഹത്തിൽ പിന്നെ എങ്ങനെയാണ് ആളുകൾ വിശ്വാസം അർപ്പിക്കേണ്ടത്? ഒരു രാജ്യത്തിന്റെ തലവൻ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. പ്രധാനമന്ത്രി ഇടുന്ന പോസ്റ്റ് പോലും ഫേക്ക് ആണ്. അതെ, ആ സ്ത്രീ എന്നിട്ട് പറയാം, ഞാൻ ഇവിടെ പണിയെടുത്തോണ്ടിരുന്നു, അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ അവര് എന്നോട് ചിരിച്ചു നിൽക്കാൻ പറയുന്നത്, ഞാൻ ചിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കുന്നു, പോകുന്നു. പിന്നീടുള്ള ഒന്നും എനിക്കറിയില്ല, എനിക്ക് ഇവിടെ വീടും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. അവരെന്നിട്ട് ഈ ചാനലുകാർ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവരുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമ്മളിങ്ങനെ കുനിഞ്ഞു കയറേണ്ട തരത്തിലുള്ള ഒരു ഓല മേഞ്ഞ വീട് പോലത്തെ ഒരു വീടാണ്, മണ്ണൊക്കെ തേച്ചൊരു വീട്. ഇത്രയും പരിതാപകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന അവരുടെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി അവർക്ക് വലിയ മണിമാളിക പണിത് കൊടുത്തു എന്ന് പറഞ്ഞ് പോസ്റ്റർ ഇട്ട രീതിയിലാണ് നമ്മൾ കാണുന്നത്. അത് പ്രധാനമന്ത്രി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പ്രധാനമന്ത്രിയെ രാഹുൽ പറഞ്ഞ പോലെ നമുക്ക് ഫേക്ക് ആയിട്ട് തോന്നുക. പ്രധാനമന്ത്രി എന്നല്ല, അദ്ദേഹത്തിന്റെ പദ്ധതികളിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ആ കുട്ടി, നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ ഈ ശിരൂരില് അർജുൻ കൊല്ലപ്പെടല്ല, അദ്ദേഹം അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിന് കിട്ടിയില്ല. നമുക്ക് അവസാനമാണ് അദ്ദേഹത്തിന്റെ അസ്ഥിപഞ്ജരം പോലെയുള്ള കാര്യങ്ങൾ കിട്ടിയത്. പക്ഷെ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ കുട്ടീനെ 3 ദിവസമായി ഇപ്പൊ കാണാതെയായിട്ട്, അതിനകത്ത് വീണ് രക്ഷിക്കാൻ പറ്റാതെയായിട്ട്. ഇനിയും ദിവസങ്ങൾ കഴിയും തോറും എന്തുറപ്പാണുള്ള കുട്ടിയെ ജീവനോടെ കിട്ടും എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ശിരൂരിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിരൂർ അത്രത്തോളം മാധ്യമ ശ്രദ്ധ കിട്ടി, അർജുന് അത്രത്തോളം മാധ്യമ ശ്രദ്ധ കിട്ടിയതുകൊണ്ടാണ് അവിടെ അത്രയും ഡെവലപ്മെന്റ്സ് നടന്നത്. ഇതെല്ലാം മാറ്റി അത്രയും രക്ഷാപ്രവർത്തനം നടന്നത്. ഇതേ സംബന്ധിച്ച് ആ ഒരു അമ്മയ്ക്കോ ആ ഒരു കുടുംബത്തിനോ ഒരു മാധ്യമ ശ്രദ്ധ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് കിട്ടുന്നില്ല. ശരിയാണ്, ഇതൊരു 2 കോളം വാർത്തക്കകത്ത് വന്ന ഒരു മാധ്യമത്തിൽ വന്ന വാർത്ത മാത്രമാണ്. പക്ഷെ അതേസമയം ഒരു 24 മണിക്കൂർ ടെലികാസ്റ്റ് കാണിക്കുന്ന ഒരു ചാനലിലാണ് വന്നിരുന്നെങ്കിലുള്ള രീതിയോ, അപ്പോഴത്തേക്ക് അവിടുത്തെ ജനപ്രതിനിധികൾ ഓടി വരും, MP ഓടി വരും, MLA ഓടി വരും, എല്ലാരും വന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. മാധ്യമങ്ങൾ അവിടെ ഉണ്ട്, അവിടെ ഇവരെല്ലാം വന്ന് പ്രത്യക്ഷമാവുമല്ലോ. അല്ലാത്ത പക്ഷെ അത് അവരുടെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പോകും. അതുകൊണ്ട് അവർ ഓടി വരും. മാധ്യമ ശ്രദ്ധ ഇല്ലെങ്കിൽ ഇവരാരും ഓടി വരത്തില്ല. മാധ്യമ ശ്രദ്ധ ഉണ്ടെങ്കിൽ അവർ ആദ്യമേ ഫസ്റ്റില് ഓടി വന്ന് ഇതിന്റെ ഫ്രണ്ട് വന്ന് 2 ബൈറ്റും കൊടുത്തിട്ടേ പോകത്തുള്ളൂ. ഞങ്ങൾ ഇപ്പൊ ഇതെല്ലാം ശരിയാക്കും. ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വിജയി മാത്രം എടുക്കും. മനസ്സിലായില്ലേ? മാധ്യമങ്ങൾ ഇല്ലെങ്കിൽ ഇവർ അവിടെ എത്തി നോക്കത്ത് പോലും ഇല്ല, ഇവർ അറിഞ്ഞത് പോലും കാണില്ല.
ഇതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. നമ്മൾ അത്രയും ചെറിയൊരു കുട്ടിയാണ്, കുറച്ചും കൂടെ ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ പിന്നെയും കുറേയും കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഭക്ഷണമില്ല, ശുദ്ധവായുവിന്റെ അഭാവം വരെ. അങ്ങനെ വരുമ്പോൾ ആ കുട്ടിക്കുണ്ടാവുന്ന മാനസികപരമായിട്ടുള്ള വിഷയങ്ങൾ എത്ര ദിവസം ഒരു കുഞ്ഞ് അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? അതാണ് ആ അമ്മ ചോദിക്കുന്നത്. 3 ദിവസമായി എൻ്റെ കുഞ്ഞ് അതിനകത്ത് വീണിട്ട്. അവന് വിശക്കുന്നുണ്ടാവും, അവന് മര്യാദയ്ക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, ആരുമില്ല എന്നെ ഈ അവസ്ഥയിൽ സഹായിക്കാനായിട്ട്. എന്നിട്ടാണ് ആ അമ്മ ചോദിച്ചു പോയത്, കലക്ടർ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ മാഡത്തിന്റെ മകളാണോ അല്ലെങ്കിൽ ഒരു കുഞ്ഞാണ് ഇതിനകത്ത് വീണതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുക? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. രാഹുൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഈ നാട്ടിലുള്ള ഓരോ ജനപ്രതിനിധികളുടെയും പേരിൽ, നമ്മുടെ നാട്ടിൽ ഓരോ പാർട്ടികളുടെ പേരിൽ പലരും, യുവാക്കളായാലും അല്ലാതെ പ്രായമുള്ളവരായാലും ഒക്കെ തമ്മി തല്ലുന്നു, അല്ലെങ്കിൽ വെട്ടേറ്റ് മരിക്കുന്നു, കുത്തേറ്റ് മരിക്കുന്നു. ആർക്ക് വേണ്ടിയാ? ഒന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പൊ ജനപ്രതിനിധികളുടെ മക്കൾ ആരെങ്കിലും ഇവിടെ പഠിക്കുന്നുണ്ടോ? ആരുമില്ല. എല്ലാവരും വിദേശത്ത് പോയി പഠിക്കുക. സ്വന്തം മക്കൾ പോലും അവരവരുടെ പാർട്ടിയിൽ നിൽക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഈ നാട്ടിലുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ പഠിക്കുക, ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ എന്താ പറയാ, പൊട്ടന്മാരെ പോലെ ഇവിടെ ആർക്ക് വേണ്ടിയാണ്? ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അറ്റ്ലീസ്റ്റ് ഇവരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കി അവർക്ക് ആവശ്യമായൊരു രക്ഷ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ഒരു സഹായം നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവൻ ഇനിയെങ്കിലും ശ്രമിച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ പറ്റുമായിരിക്കും നമുക്ക് വിശ്വസിക്കാം.